ഗായ്സ്, ഇന്ന് ഷെഫ് ഇറങ്ങിയിരിക്കാണ്. പുലി ഇറങ്ങി, കിച്ചണിൽ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെ. പുലി ഇറങ്ങി കുറെ നാളായിട്ട് ഇപ്പൊ ഇറങ്ങിയതാണ്. ഇന്ന് ദ ഷെഫ് ഈസ് ഓൺ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് ജുമാക്കത്, ഇന്ന് ഫ്രൈഡേ ഹോളിഡേ ആണ്. ഓഫ് കോഴ്സ് സാധാ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുള്ള സാമ്പാർ, ദോശ, ചട്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി ഇന്ന് ഞങ്ങൾ വ്യത്യസ്തമായ ഒരു ഡിഷുമായിട്ടാണ് ഷെഫ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, ഇത് ഈ സാധാ ആൾക്കാരൊന്നുള്ള സാധനമല്ല. ഇവർ കുക്ക് ചെയ്യുമ്പോഴൊന്നും തൊടൂല. ദിസ് ഇസ് മെയിൻ ഷെഫ് ഇടുന്ന സാധനമാണ്. ഇന്ന് നമ്മൾ ഈ സാധനത്തിലാണ് കുക്ക് ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് കുക്കിംഗ് റേഞ്ച്. ഇതൊരു റേഞ്ചുള്ളവർ മാത്രം ഉപയോഗിക്കുന്ന സാധനം. ഈ സാധനം മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഇത്തരം ഒരു ഭക്ഷണത്തിന് പരീക്ഷണത്തിന് ഇറങ്ങുന്നത് എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണമേ എന്നത് പറയാണ്. ഇതിന്റെ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പിങ് കോലുമാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ്, ഇതിന്റെ മേലെ ചിക്കൻ വെക്കും. ചിക്കനിൽ നിന്നും ചിക്കൻ വെക്കണ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇതില് നമ്മളൊന്ന് ഓയിലൊക്കെ ചെയ്ത് അതിന്റെ മേലെ ഒന്ന് കുറച്ച് ഓയിൽ ഇങ്ങനെ പൂശിക്കാതിരിക്കും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ ഇടും. എന്നിട്ട് അടിയിൽ വെക്കും. ഇതിങ്ങനെ വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് ചിക്കനായിട്ട് അതിന്റെ മേലെ നിന്നുള്ള ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് വീഴും. അപ്പൊ എന്നിട്ട് നമ്മൾ അതെടുത്ത് കളയും. അത് വേണമെങ്കിൽ കറിയിലേക്കോ സാധനത്തിലേക്കോ ഉപയോഗിക്കാം. നമ്മൾ അത് ആ ഫോയിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് കഴുകാൻ വേണ്ടി കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ ആ ഫോയിൽ കളയുമ്പോൾ നമുക്ക് എളുപ്പപ്പണിയുമാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ജിര ചില്ലി അതാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ ജിര ചില്ലി, ജില്ലിന്നിരിക്കുന്ന ഒരു ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രീൻ കളർ സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റാരുമല്ല, എന്റെ ഭാര്യ തന്നെയാണ്. അല്ല, ഞാനാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എനിക്കതിന് മാത്രം ഒന്നും അറിയില്ല. ഫോയിൽ ഇതിന്റെ മേലെ എങ്ങനെ ഇടാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തായിട്ട് നമ്മളിത് ഇവിടെ ഈ സാധനങ്ങൾ വെക്കുക. എന്നിട്ട് ഇവിടെ വെക്കുക. ഇതിങ്ങനെ തിരിച്ചിട്ടല്ലേ? തിരിച്ചിട്ടാണെങ്കിൽ ഇവിടെ വെക്കുക. ആണോ? അങ്ങനല്ല, പറഞ്ഞത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് സാധനം കണ്ടാ. ഇത് അറിയാത്തല്ല, ഞാൻ ഇവൾക്ക് അറിയുമെന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. അപ്പോൾ അവൾക്ക് അറിയാം. നിങ്ങൾ വിചാരിക്കണമല്ലോ, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് പുറവും മറ്റേതാകുമല്ലോ, അകാം പുറം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും കുക്കിങ്ങിൽ മാസ്റ്റർ എടുത്തിട്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ ഇടി ഉണ്ടാവാറുണ്ട്. സാരില്ല, തീർക്കോ, കുഴപ്പമില്ല. ഉണ്ട്, അതെനിക്കറിയാം. കൈ മുറിയരുത്. എന്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാണ് അത് വെച്ചിട്ട്. ഞാൻ എപ്പോഴും കിച്ചണിൽ കയറുന്ന കാരണേ കൈ മുറിയരുത് കേട്ടോ. ഞാൻ സ്ഥിരമായി കിച്ചണിൽ കയറുന്ന ഒരാളാണെന്ന് ഇതിന്റെ മുറിക്കൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കുക്കിംഗ് എൻ്റെ ഒരു പാഷനാണല്ലോ. ഇവിടേക്ക് വീഴൂല്ലോ, ഇതിന്റെ ഉള്ളിൽ മാത്രം വെച്ചാൽ പോലെ. കണ്ടാ, ആ വെക്കുന്ന ആ ഒരു ഭംഗി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ഇത് വെക്കുമ്പോ ഒരു മിനിറ്റ് കേട്ടോ, മാറിക്ക് കൈ മാറ്റി. ഇതിങ്ങനെ ഇരിക്കുമ്പോ ചിക്കനിന്റെ ഉള്ളിൽ മാത്രം വെച്ചാൽ മതി, സൈഡിലേക്കൊന്നും വെക്കായിരുന്നു. ഇതിനകത്ത് എന്താ സ്ഥിതി, വല്ലതും നടക്കണുണ്ടോ? ട്രീറ്റിനൊക്കെ പോയിട്ട് കുറച്ചു നേരമായി വെച്ചേക്കുന്നത്. അങ്ങനല്ല, കാണില്ല. അപ്പൊ ഇത് നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ഗ്രീൻ മസാല മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഗ്രീനിലാണെന്ന് ചെയ്തേക്കണത്. ഗ്രീൻ മസാല മതി എന്നാരാ പറഞ്ഞത്? ഇക്ക അവളെന്നെ പറഞ്ഞു, അവളെന്നെ ഉണ്ടാക്കി. എനിക്ക് ഗ്രീൻ അങ്ങനെ വലിയ ഇതില്ല, മറ്റേ കളറാണ് എനിക്ക് വലിയ ഇഷ്ടം. പക്ഷെ ഗ്രീൻ ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ എന്തൊക്കെയാണ് ഇട്ടേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മല്ലിയില, വേപ്പില, അത് മാറ്റി അത് ഞാൻ ചുരണ്ടിട്ട് ബാക്കി തിന്ന് വെച്ചേക്കണേ. ഇത് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണെങ്കിൽ മല്ലിയില, ഗ്രീൻ ചില്ലി, പിന്നെ വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തൈര്, പിന്നെ ഒരിത്തിരി ചെറുനാരങ്ങ,
അത്രയൊക്കെ തന്നെ. അതൊക്കെ കൂടിയുള്ള മിക്സാണത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ആവശ്യത്തിന് സോൾട്ട്. ബഷീർ പിള്ളൈ. അപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്താണ്. നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിച്ചെടുക്കല്ലേ. പ്രീഹീറ്റ് ആയിന്ന് എങ്ങനെ അറിയും? ഇതൊന്നും ആയിട്ടില്ലടാ. ചൂടായിട്ടില്ല. അടിപൊളി. പാളി ഗായ്സ്. നേരെ പൊരിക്കാറുണ്ട്. ചൂടായിട്ടൊന്നുമില്ല. നല്ലോണം പോണല്ലോ. ഇത് വെക്കാത്തോണ്ടാണ് നീ. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതായതുകൊണ്ട് അടിയിൽ ഈ സാധനം പ്രീഹീറ്റ് ചെയ്യുന്നത് ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. മറ്റേ പുതിയ സാധനത്തിന്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നോക്കിയാൽ അപ്പോൾ കുറച്ച് സമയം നമ്മൾ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇത് പ്രീഹീറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കണം. അപ്പോൾ അതിന്റെ സ്മെല്ല് എന്നിട്ട് നമ്മൾ തുറന്ന് വെക്കും. 10 മിനിറ്റ് തുറന്ന് വെക്കണം. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് കാണുന്ന നോബ് ഇതിന്റെ ടൈമർ വെക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തതാണ് ഇതിന്റെ മെയിൻ സാധനം. അതിന്റെ കോയിൽ വരുന്നത് അടിയിലാണ് വരുന്നത്. ഈ സാധനം അമർത്തി പിടിച്ചിട്ട് നമ്മൾ ഈ ഇഗ്നീഷൻ അമർത്തി അടിയിലേക്കാക്കി പിടിച്ചാൽ ഈ അടിയിലത്തെ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. ഈ സാധനം ഉള്ളത് മേലത്തെ നോബിന്റെ ഈ സാധനം. ഇത് മേലത്തെ നോബ് കുക്ക് ചെയ്യാനുള്ളതല്ല. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിക്കൻ അധികം കളറും സാധനങ്ങളൊന്നും വന്നില്ലെങ്കിൽ മേലത്തെ സാധനത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളറും അതിന്റെ ടെക്സ്ചർ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഈ ഇഗ്നീഷൻ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലത്തെ നോബും കത്തും. ഇത് അമർത്തി പിടിച്ചിട്ട് ഇഗ്നീഷൻ പ്രസ് ചെയ്താൽ അടിയിലത്തെ കത്തും. ഇത് അമർത്തി പിടിച്ചിട്ട് ഇഗ്നീഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലത്തെ കത്തും. അത്ര ഉള്ളത് ഒരു സിമ്പിൾ മെക്കാനിക്കാണ്. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 4 നോബും മേലത്തെ ഈ സാധനങ്ങൾ തന്നെ അത് കറക്റ്റായിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഇത് ഇപ്പൊ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിന്റെ മേലെ ഞാൻ കുറച്ച് ഓയിലാക്കി അതിനുശേഷം ഞാൻ ചിക്കൻ ഇതിന്റെ മേലെ വെക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ ഇത് ഇതിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ കുറച്ച് വലിയ പീസ് എടുത്തോ അല്ലേ? ഇത് നോക്ക്. ഇതിങ്ങനെ അടിയിലേക്ക് ഈ സാധനം ഉണ്ടോ? ഇതിങ്ങനെ പിടിച്ച് അപ്പൊ ലൈറ്ററും കത്തിക്ക്. 220 വെക്കണം, 200 വെക്കണം, 250 വെക്കണം. ഞങ്ങളൊരു കാര്യം മറന്നു ഗൈസ്. ഇത് ഫോയിൽ പൊതിഞ്ഞ് വെക്കാനാണ് ഒരു എക്സ്പേർട്ട് പറഞ്ഞത്. ഞങ്ങൾ ആ എക്സ്പേർട്ടിന്റെ കാര്യം മറന്നുപോയി പറഞ്ഞത്. സോ അത് കാരണം ഞങ്ങൾ അത് ഫോയിലേക്ക് എടുത്ത് പൊതിഞ്ഞേക്കണം. അല്ലെങ്കിൽ ആ മീൻസ് ഒരു ഹാർഡാവും ചിക്കൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാഫ് പോർഷൻ ഫോയിൽ പൊതിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫോയിൽ നിന്ന് മാറ്റി വെക്കാൻ അല്ലേ നല്ല പറഞ്ഞു. അപ്പോൾ ഇത്ര മതിയാ? കുറച്ചുകൂടി ഒരു പീസും കൂടി വെക്കണം ഫോയില്. അത് കുഴപ്പമില്ല. ടൈമർ എത്രയാണ് എടുത്ത്? സോ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ടെൻഡർ ആണല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ഹെൽത്തി വേ ആയിട്ട് എൻഡ് ചെയ്യാന്ന് ഓർത്ത്. ഒരു രക്ഷയില്ല. കുറെ നേരം വെയിറ്റ് ചെയ്തു. ബട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങള് സിം എടുക്കാൻ പോവാണ്. സൗദിയിൽ വന്നിട്ട് സിം എടുക്കാൻ പോവാണ്. കുറച്ചാളായി ഇക്കാമ കിട്ടിയിട്ട് എൻ്റെ പേരിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. സോ ഞങ്ങൾ ആ പ്ലേസിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിം എടുക്കണതാണ്. മടിയിലിരിക്കണ നീറ്റ്. അങ്ങനെ ഗായ്സ് മൊബൈൽ നമ്പർ കിട്ടി. നല്ല ഫാൻസി നമ്പർ സെറ്റാക്കി തന്നു. അപ്പോൾ എന്നോട് കുറച്ച് നൈസായിട്ട് സംസാരിച്ചപ്പോൾ അവള് അടിപൊളിയായിട്ട് സംസാരിച്ച് ഞാനും സംസാരിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല അടിപൊളി നമ്പറൊക്കെ തന്നു ഗായ്സ്. ഞങ്ങൾ ഈ കാണുന്ന പ്ലേസിലേക്കാണ് പോണത്. അൽ സുൽത്താൻ. ഇവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഫുഡ്. നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങൾ അപ്പുറത്ത് ക്യാരറ്റ് നോക്ക് പാഞ്ഞു തന്നെ. എന്റെ കുഞ്ഞാണ് ആ സൈഡില്.
അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് മജിലി സെറ്റപ്പിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ഈ സ്ഥലം. സോ ഞങ്ങൾ കൊതിയായിട്ട് വീണ്ടും ആ പ്ലേസിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ്. എൻ്റെ ഫേമസ് അറബി കാണണമെങ്കിൽ കണ്ടോളൂ ഗൈസ്. മുന്നേ എങ്ങനെയാണ് ഈ ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കം ഓൺ ഗൈസ്. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ അറബി പറയുന്നത്. My Arabic വളരെ സൂപ്പറാണ്. അപ്പൊ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഗൈസ് സക്സസ്ഫുള്ളി. ഞങ്ങളിവിടെ നേരത്തെ ഇരുന്ന് കഴിക്കുന്ന ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. മജ്ലിസ് സെറ്റപ്പ് നോട്ട് നിലത്തിരിക്കൽ ആണോ? അത് തരം താഴ്ത്തി പറയുന്നത്. ഞങ്ങൾ മജ്ലിസ് സെറ്റപ്പിൽ നല്ല 5 സ്റ്റാർ സെറ്റപ്പിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കണം. എന്താണ് ഇവിടുത്തെ ഫുഡ് ഇത്ര ഇഷ്ടപ്പെടാനുള്ള റീസൺ? ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ടേസ്റ്റ്. ഭക്ഷണം ഇഷ്ടപ്പെടാനല്ലാതെ അതല്ല, എന്താണ് ബിരിയാണിയിൽ നിന്നും ഇത് വ്യത്യസ്തമായി ഇരിക്കുന്നത്? കൊണ്ടുവരുന്ന പ്ലേറ്റോ ഇത് കൊണ്ടുവരുന്ന ഗ്ലാസ്സോ നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. ഒരു പ്രത്യേകതരം എന്താ പറയാ, നമ്മളെ കേരള ബിരിയാണി അല്ല, പക്ഷെ ഒരു വേറിട്ട് നിൽക്കണ ഒരു സ്റ്റൈലാണ് അറബിക്. വായിൽ വെള്ളം വരുന്ന പറയുമ്പോൾ അതെ, സ്മെല്ല് വരുമ്പോ തന്നെ വായിൽ വെള്ളം കപ്പലോടുന്നു. പിന്നെ അവർ കൊണ്ടുവരുന്നതും ഒക്കെ കൂടി കാണുമ്പോ പിന്നെ നല്ല ചിക്കനൊക്കെ ഭയങ്കര ടെൻഡറാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. എന്താണെന്ന് എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാനുള്ള റീസൺ? ടെൽ മീ ദ റീസൺ. Same reason as daddy. ഇരിക്കുമ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ടീഷർട്ട്, എൻ്റെ പാൻറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ബാക്കിൽ ഇങ്ങനെ പൊന്തിച്ച് എൻ്റെ ചന്തിയുടെ ബാഗൊക്കെ വേറെയുള്ള ആൾക്കാർ കണ്ടാൽ അവർ ഭക്ഷണം കഴിക്കാതെ അവർക്ക് ഛർദ്ദിക്കാനൊക്കെ വരുമെന്നുള്ളൊരു പേടി ഇരിക്കുന്നുണ്ട്. കാരണം എൻ്റെ ബാഗ് അത്രയും മനോഹരമായതുകൊണ്ട്. അപ്പം ഞാൻ ടീഷർട്ടൊക്കെ ബാഗിലേക്ക് ബെൽറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റായി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. വേറെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പായ കാരണമുള്ള എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണം ഫുഡിന്. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. അല്ലാണ്ട് ആൾക്കാരെ ഇനി ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ ആരാ നോക്കാൻ. The only problem for me is just the ankle pain. നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. കാല് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ട് ഇവിടെ വെക്കാം എന്നുള്ളതാണ്. ഇഷ്ടപ്പെടൂലേ എന്നുള്ളൊരു പ്രശ്നമുള്ള അത് കാരണം ഞങ്ങൾ ആദ്യം ഒരെണ്ണമാണ് വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് ലാവിഷാക്കിയിട്ട് 2 എണ്ണം വാങ്ങിച്ചിരുന്നത്. ഞങ്ങൾ തിന്നാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. ശുക്രൻ. അതാ സ്പെഷ്യൽ. ഹായ് ഡാഡി ഓപ്പൺ ചെയ്യണം. Oh, that must be heavy, right? Wow. Give me the macaroni part. Thank you so much. This is the thing, man. കുറച്ച് മക്രോണി ഫസ്റ്റ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് 2 മക്രോണി എടുക്കുക, ചിക്കൻ കുറച്ച് മറ്റേ ചൂടുണ്ട്. Very hot. നല്ല ചൂടുണ്ട്. എന്ത് ടേസ്റ്റാന്ന് പറയാം, വായിലിങ്ങനെ അലിഞ്ഞു പോകും. അത്ര Melted. ടേസ്റ്റാണ്. This one also. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ അന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഫുഡ് കഴിക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇതെങ്ങനെയാണ്. സാധാ റൈസ് അല്ല, അതൊരു ബ്രൗൺ കളർ റൈസാണ്. ചിക്കൻ ഊസി ചിക്കൻ എന്നാ പറഞ്ഞത്. എങ്ങനെ ഉണ്ടാക്കണം ഒന്നും അറിയില്ല, പക്ഷെ ഊസി ചിക്കൻ നല്ല ടെൻഡറാണ്. ഇങ്ങനെ അങ്ങനെ ഇത് കണ്ടോ, വെറുതെ ഇങ്ങനെ അലുത്തിരിക്കും, ഇങ്ങനെ അലിഞ്ഞിരിക്കും. നല്ല ചൂടുണ്ട്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. How are you holding it? അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഇത് ഫുൾ തീർത്ത്
പാത്രം കാലിയായിരിക്കുകയാണ്. ഇവള് കൊറേ ഫുഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഒരെണ്ണം കഴിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്ന് അവ മേടിച്ച ഒന്നാണത്. ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ അവള് ഫുള്ളായി. പിന്നെ ഈ കുഞ്ഞും കഴിച്ച്. ഇനി അവള് നാളെ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി ചാമ്പോ അല്ലേ? ഐ ഗോയിങ് ടു ഈറ്റ് ടുഡേ ഓർ ടുമോറോ? നാളെ കഴിക്കും. ഇന്ന് രാത്രി അലാറം വെച്ച് രാത്രി 12 മണിക്ക് എണീറ്റിട്ട് ഇവള് കഴിക്കും. ഞാനും കഴിക്കും. ഹാപ്പി ടമ്മി, ഹാപ്പി യെസ്. എന്താണത്? ഇനി നമ്മൾ പോണ സ്ഥലമാണ് ബീലബൻ. ഇല്ല, ഇനി വീട്ടിൽ പോകുന്നു. ബീലബൻ കഴിക്കാൻ എനിക്ക് സ്ഥലമില്ല. What is Bilava? സ്ഥലമുണ്ട് നിനക്ക് റീനുവിന്. സ്വീറ്റ് കർവിംഗ്, സ്വീറ്റ് ക്രേവിംഗ്. ഭയങ്കര ഇരുട്ടായിരിക്കും. Turn right onto Furs Ibn El Nador Street. നാളെയല്ലേ പെരുന്നാരാവ്? 100 meters. Turn right onto Makkah Al Mukarrama Street. എന്തിനാ അത് ഓഫാക്കിയത്? കാണിക്കുമ്പോ സൗണ്ട് ഉണ്ടായിക്കോട്ടെ. ഏത് സൗണ്ട്? നമ്മളുടെ ഞാനീ പറയണതൊക്കെ ഉണ്ടായിക്കോട്ടെ. പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതൊക്കെ തന്നെ. എന്തിനാണ് സൗണ്ട് ഓഫ് ചെയ്തത്? സൗണ്ട് അപ്പൊ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഇടാലോ. മറ്റേത് ഇങ്ങനെ ഓടിക്കണ പോലെ ഇങ്ങനെ വിളിവിളുണ്ട്. ഇതാകുമ്പോ വിളിവിളവും. ആ മ്യൂസിക് വേണ്ടല്ലോ. നമ്മളങ്ങനെ ഞാനിങ്ങനെ ഗുളുഗുളു, നീ ഇങ്ങനെ ബുളുബുളു പറയണ കേട്ടൂടെ? മൊത്തം ഈ ഷോപ്പിലേക്ക് വരാനുള്ള തിരക്കാണ് ബീലബൻ. ഈ ബീലബൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ? ഇതിലെന്താ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ ബീലബന്റെ അടിപൊളി സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ കൊറേ അല്ല അടിപൊളിയാണോ സംഭവം? ഒന്നറിയില്ല, അവരൊക്കെ അടുത്ത് പോണ തന്നെ. ആ വാങ്ങണ സാധനം. ആ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. എന്റെ പേരെന്താണ് പറഞ്ഞത്? ഇതിന്റെ പേര് സുൽഫൻ സുലാമി സുംഗാപ്പൂർ. സുലാസ് പറഞ്ഞ പിടി. വാഹദ് ഫോർ ഹവാസിൻ, വാഹദ് ഫോർ യു. Shall we clean these? It's already clean. ഞാനും ഇരിക്കണോ? ഡാഡിയുടെ മേലേക്ക് ആക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ ചൂടും പാകത്ത് നല്ലതാണ്. ഇതാണ് സംഭവം. കുറച്ചിങ്ങനെ മിക്സ് ചെയ്യണം. ആദ്യം ഞാൻ കഴിക്കണെടുത്തോ, പിന്നെ ഞാൻ നീ കഴിക്കണ എടുക്കാം. Looks like mango. ആ മാംഗോ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കേക്കാ എന്തൊക്കെ ഉണ്ട്. There is a cake, there is അടി വരെ മിക്സ് ചെയ്യണം. അടിയിൽ എന്തൊക്കെയോ ഉണ്ട്. It's full of gel. മാംഗോ ഉണ്ടത്. This is mango, the ones in the front. that is കുൻഫ. കുനാഫ എങ്ങനെയുണ്ട്? വാവ്, ടേസ്റ്റ് ഉണ്ടോ? മ്യാവ്. കൊള്ളാവോ? ഏട്ടങ്ങാറാക്കല്ലേ. നല്ല ഇടിയും അടിയും കൊണ്ട് ഞാൻ പോയി കളഞ്ഞു. Tastes like pineapple. ഞാനും മ്യാവ് എന്ന് പറയുമ്പോൾ തിരിച്ചാ എനിക്കതാ തരാ. വെതറി ആട്ടല്ലേ ഞാനാണ് ഇവിടെ വന്നത്, എന്നിട്ട് എനിക്ക് തരുന്നില്ല. പോരുതല്ലോ. Tastes like a... What is that fruit called again? മാംഗോ. Yeah. സംഭവം പൊളിയാണ്ടോ? കാണിക്കുന്നതിലെല്ലാം നല്ല പഴുത്ത മാംഗോ, പിന്നെ ഫ്രഷ് ക്രീമാന്ന് തോന്നുന്നു. ദെൻ മറ്റേ കുനാഫന്റെ സാധനമില്ലേ, ആ സംഭവം കൂടെ ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവർ ഇങ്ങനെ മധുരം ഡിസേർട്ടാണ്, പക്ഷെ ഇങ്ങനെ ഒരു കുത്തണ മധുരമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കുള്ള കടയാണ്. ഭയങ്കര നിറച്ച ആൾക്കാർ ക്യൂ ഒന്ന് മേടിക്കണാണ്. പുറത്തും കാറും സാധനങ്ങളൊക്കെ ആയിട്ട് നടന്നു തന്നുകൊണ്ടിരിക്കണാണ്. നടന്ന് എൻജോയ് ചെയ്തോണ്ടിരിക്കണാണ്. നടന്നോ? വാസ അത് നടന്നു. ഫുൾ ട്രാഫിക്കാണ്.
അടിപൊളി. എന്നാ കൊതി വിടാണ്ടിരിക്കാനാണ് ഗൈസ്. Wait, I'm going to take a really good jelly part. ഇത് മാംഗോ I know. ഹെൽപ്പ് ആക്കണോ? അത് വെളുത്ത് പോകണ്ട. നിലത്ത് പോവും. ആ Good. ആ ഇങ്ങനെ പോയി ഇനിയൊന്നുമില്ല. കാറിലോട്ടെ കാർഗാലേ ഇവിടെ നിനക്ക് അത് എന്റെ ഗ്ലാസ് ഇത് കണ്ട ഗ്ലാസ് ഇത്, പക്ഷെ എപ്പോഴും ഇതിൽ നിന്നാണ് കുടിക്കണത്. Daddy knows that this is mine, right? ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ ബീലബാനും ഞങ്ങളുടെ അറബിക് മന്തി പോലത്തെ സംഭവം ഒക്കെ കഴിച്ച് അടിപൊളിയായി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇനിയും ഒരുപാട് വീഡിയോസ് ഇതുപോലെ വരുന്നുണ്ട്. വെറുപ്പിക്കൽസ് നിർത്തുന്നില്ല, തുടരുകയാണ്, തുടർന്നുകൊണ്ടിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.